എല്ലാവർക്കും നമസ്കാരം. മെക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ ക്വാളിഫയർ 2-ൽ SRCനോട് പരാജയപ്പെട്ടതിന് ശേഷം ക്യാപ്റ്റൻ സഞ്ജു സാംസൺ, രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതൊരു വലിയ കളിയായിരുന്നു. ആദ്യ ഇന്നിങ്സിൽ നമുക്കറിയാം ടോസ് ഇന്നലെ രാജസ്ഥാൻ റോയൽസിനാണ് ലഭിച്ചത്. ഡെഫിനറ്റായിട്ടും ടോസ് നേടിയ സഞ്ജു സാംസൺ കൃത്യമായ തീരുമാനം തന്നെയായിരുന്നു ബൗളിംഗ് തിരഞ്ഞെടുത്തത്. മികച്ച പ്രകടനം തന്നെയായിരുന്നു ബൗളർമാർ കാഴ്ചവെച്ചത്. പക്ഷേ ബാറ്റിങ്ങിൽ അല്പം പിഴച്ചതാണ് രാജസ്ഥാൻ റോയൽസിനെ ഇന്നലെ പരാജയത്തിലേക്ക് തള്ളിവിട്ടത്. അവരുടെ സ്പിൻ ബൗളർമാർക്കെതിരെ ഞങ്ങൾക്ക് മിഡിൽ ഓർഡേഴ്സിൽ ഓപ്ഷനുകൾ കുറവായിരുന്നു. അവിടെയാണ് ഞങ്ങൾ കളി തോറ്റത്. രാജ്യത്തിന് വേണ്ടി മികച്ച ചില പ്രതിഭകളെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. റിയാൻ പരാഗ്, ധ്രുവ് ജുറൽ എന്നിവർ മികച്ച പ്രകടനമായിരുന്നു ധ്രുവ് ജുറൽ കാഴ്ചവെച്ചത്. തീർച്ചയായും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വളരെ ആവേശകരമായി തോന്നുന്നു. സന്ദീപ് ശർമ്മയെക്കുറിച്ച് അദ്ദേഹത്തെ ഓർത്ത് ശരിക്കും സന്തോഷമാണ്. ഈ ഒരു സീസൺ മികച്ച പ്രകടനം തന്നെയായിരുന്നു ഡെത്ത് ഓവറുകളിലടക്കം സാൻഡി കാഴ്ചവെച്ചത്. കഴിഞ്ഞ 2 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ സന്ദീപ് ശർമ്മ ബുംറയ്ക്ക് ശേഷമുള്ള മികച്ച അടുത്ത ഇന്ത്യൻ ബൗളർ ആയിരിക്കുമെന്നാണ് സഞ്ജു സാംസൺ ഇന്നലെ RR വേഴ്സസ് SRH മത്സരത്തിൽ SRHനോട് പരാജയപ്പെട്ടതിന് ശേഷം പറഞ്ഞത്. ബൗളിംഗ് മികച്ചതായിരുന്നെങ്കിൽ പോലും ബാറ്റിങ്ങിൽ അല്പം ശ്രദ്ധ പോയതാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ പരാജയത്തിന് കാരണം. 36 റൺസിലായിരുന്നു SRH ഇന്നലെ രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തി IPL 2024 കലാശക് പോരിന് ടിക്കറ്റ് ഉറപ്പാക്കിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.